ഇന്നത്തെ സ്റ്റോറി കേരളത്തിലെ ഒരു ഹോണ്ടഡ് ചേർച്ചിനെ കുറിച്ചാണ്. ആ ചേർച്ച് ഇപ്പോൾ അടച്ചിട്ടൊക്കെയാണ്. അപ്പോൾ നമ്മൾ ഈ കഥയെക്കുറിച്ച് പറയുമ്പോൾ ഒരു ഫാമിലീനെ കുറിച്ച് ഒന്ന് പരിചയപ്പെടണം. ഫാമിലി അച്ഛൻ, അമ്മ, ഒരു മകളുടെ പേര് സാറ എന്നാണ്. അപ്പോൾ ഈ അച്ഛൻ സെൻട്രൽ ഗവൺമെൻറ് എംപ്ലോയി ആണ്. അപ്പോൾ പുള്ളി കയറിയിട്ട് ഒരു 20 ഇയേഴ്സിന് മുകളിൽ സർവീസ് ഉണ്ട്. പുള്ളി പല സ്റ്റേറ്റുകളിലേക്കും ട്രാൻസ്ഫറും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട്. അങ്ങനെ പുള്ളി അവസാനം വന്ന് ചേർന്നത് കേരളത്തിലാണ്. കേരളത്തിലെ ഒരു ഗ്രാമപ്രദേശത്തിലാണ് വന്ന് ചേർന്നത്. അപ്പോൾ ആൾക്ക് ഇവർ സാമ്പത്തികമായിട്ടൊക്കെ നല്ല റിച്ച് ടീമാണ്. എവിടെ പോയാലും ഇദ്ദേഹം സ്വന്തമായിട്ട് തന്നെ ചെറിയൊരു അപ്പാർട്ട്മെൻറ്റോ അല്ലെങ്കിൽ ഒരു വീടോ വില്ലയോ ഒക്കെ സ്വന്തമാക്കാറുണ്ട്. എന്നിട്ട് പോരാൻ നേരത്ത് സംഭവം കൊടുത്തിട്ടാണ് പോരാൻ. അങ്ങനത്തെ അവർക്ക് ഫുള്ളായിട്ട് ഒരു പ്രൈവസി വേണം എന്നുള്ളൊരു ചിന്താഗതിയുള്ള ആൾക്കാരാണ്. അത്രയ്ക്ക് പൈസ ഉണ്ട് അവർക്ക്. അപ്പോൾ ഇതൊരു ശരിക്കും ഒരു മലയുടെ താഴ്വാരത്തൊക്കെ ഉള്ള നല്ല പ്രകൃതി രമണീയമായിട്ടുള്ള സ്ഥലത്തുള്ള ഒരു വീടാണ്. അപ്പോൾ ഇവിടെ ഇവർ താമസിക്കുന്നു. അപ്പോൾ അച്ഛനമ്മ ഭയങ്കര സ്നേഹത്തിലാണ്. എന്നാൽ അവർ ഇത്രയും നാളായിട്ടും മകൾക്ക് 7 വയസ്സാണ്. അതുകൊണ്ട് അവിടെ എടുത്ത് പറയണം, മകൾക്ക് 7 വയസ്സുള്ളൂ. അപ്പോൾ കല്യാണം കഴിഞ്ഞ സമയം മുതൽ ഇവർ ഭയങ്കര സ്നേഹത്തിലാണ്. പക്ഷേ ഇവർ ട്രാൻസ്ഫറായി കേരളത്തിൽ ഈ ഒരു വീട്ടിലേക്ക് കാലെടുത്ത് വെച്ചോ, അതിൻ്റെ ഒരു 2 ദിവസത്തിന് ശേഷം ഇവർ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യണം. കാരണം അച്ഛനമ്മയും തമ്മിൽ എപ്പോഴും അഭിപ്രായ വ്യത്യാസങ്ങൾ, ഒച്ചപ്പാടും ബഹളവും തല്ലലൊക്കെ ആയി തുടങ്ങി. പിന്നെ മകളെ ഭയങ്കര സ്നേഹം തുടങ്ങി അച്ഛന്. പക്ഷേ മകളോടും ദേഷ്യം കാണിക്കാൻ തുടങ്ങി. മകളെയും വടിയെ വെച്ച് അടിക്കാൻ തുടങ്ങി. അങ്ങനെ പ്രശ്നങ്ങളായി കഴിഞ്ഞപ്പോൾ മകൾക്ക് പെട്ടെന്ന് എന്തായത് ഇങ്ങനെ സംഭവിച്ചേ എന്നൊക്കെ ഒരു ചിന്ത. കാര്യം ആൾ ചെറുതാണല്ലോ. അപ്പോൾ അങ്ങനത്തെ ചിന്തകളൊക്കെ വന്നപ്പോൾ തുടങ്ങി. അപ്പോൾ ഈ ചെറിയ മോളാണെങ്കിൽ ഒന്ന് പള്ളിയിലൊക്കെ പോകാനൊക്കെ ഭയങ്കര താല്പര്യമാണ്. അപ്പോൾ എവിടെ ട്രാൻസ്ഫർ കിട്ടി പോയാലും പുള്ളിക്കാരത്തി എൻ്റെ അടുത്തുള്ള ചർച്ചൊക്കെ നോക്കി വയ്ക്കും. അങ്ങനെ ഈ ഒരു സ്ഥലത്ത് കയറി താമസം തുടങ്ങിക്കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരത്തി തൊട്ടടുത്ത വഴികളിലും കാര്യങ്ങളിലൊക്കെ ഒന്ന് പോയി കഴിഞ്ഞപ്പോൾ ഏകദേശം ഒരു 200 മീറ്ററിൽ ചെറിയൊരു ചർച്ചുണ്ട്. അപ്പോൾ ചർച്ച് അവിടെ നോട്ട് ചെയ്ത് വെച്ചു. പക്ഷേ ചർച്ചിൽ പോകാൻ അച്ഛനമ്മയുടെയൊക്കെ അനുവാദം കാര്യങ്ങൾ വേണം. അവൻ്റെ ഒപ്പം ഇവർ പോകാറുള്ളൂ. അപ്പോൾ അങ്ങനെ തൊട്ടടുത്ത ദിവസം ചർച്ചിൽ പോകാൻ വേണ്ടി ഈ കുട്ടി അച്ഛനോടും അമ്മയോടും പറഞ്ഞു, ഈ സ്ഥലത്ത് ചർച്ചുണ്ട്, നമുക്ക് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛനും മൈൻഡൊന്നുമില്ല. അച്ഛൻ പറഞ്ഞു, നീ വേണേൽ പോയിക്കോ എന്ന് പറയുന്നു. പക്ഷേ അമ്മേനെയും കൂട്ടിയിട്ട് കുട്ടി അവിടെ പോകുന്നു. അവിടെ ചെന്നപ്പോൾ ഈ ചർച്ചിൽ ഇവർ നോട്ട് ചെയ്ത കാര്യം വെച്ച് കഴിഞ്ഞാൽ ചർച്ചിൽ ആരുമില്ല എന്നുണ്ടെങ്കിൽ അതാരും പോവാത്തൊരു ചർച്ച് പോയാണ് ഇവർക്ക് തോന്നിയത്. കാരണം ആ ചുറ്റുവട്ടത്തൊന്നും അധികം ആൾക്കാരും കാര്യങ്ങളൊന്നുമില്ല. ഇവരാണ് ആകെയുള്ള ഒരു താമസക്കാർ ആ ചർച്ചിൻ്റെ ഏറ്റവും അടുത്തിട്ടിരിക്കണത്. പക്ഷേ ചർച്ച് ഏകദേശം പൂട്ടിയ പോലെ തന്നെ കിടക്കുന്നതുകൊണ്ട് ഇവരവിടെ പോയി ജസ്റ്റ് തുറന്നൊക്കെ ഇട്ടിട്ടുണ്ട്. പക്ഷേ ഉള്ളിലേക്ക് ഇട്ട് ആരെയും കാണാത്തതുകൊണ്ട് അവർ പ്രാർത്ഥിച്ചിട്ട് തിരിച്ചങ്ങോട്ട് പോകുന്നു. അങ്ങനെ തൊട്ടടുത്ത ദിവസം കുട്ടി പുറത്ത് കളിച്ചുകൊണ്ടിരുന്നപ്പോൾ അവിടുത്തെ ആ ചർച്ചിലെ ഫാദർ അവരുടെ വഴി കൂടി ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ ഈ കുട്ടി കണ്ടപ്പോൾ ചിരിച്ചു. അങ്ങനെ സ്തുതിയും കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ ഫാദർ വന്നിട്ട് പറഞ്ഞു, ഇങ്ങനെ നിങ്ങൾ പുതിയ താമസക്കാരൻ എന്നൊക്കെ ചോദിക്കണം. അപ്പോൾ കുട്ടി പറഞ്ഞു, അതെ, ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഇന്നലെ അവിടെ വന്നിട്ടുണ്ടായി, പക്ഷേ അവിടെ ആരും കണ്ടില്ല. അപ്പോൾ അച്ഛൻ പറഞ്ഞു, അവിടെ അങ്ങനെ അധികം ആൾക്കാർ വരാറില്ല, ഞാൻ പുറത്ത് പോയേക്കായിരുന്നു, അതുകൊണ്ടാവാം. പിന്നെ പള്ളിയുടെ ഡോർ എപ്പോഴും ഓപ്പൺ ആക്കി ഇട്ടേക്കണം. പക്ഷേ നെക്സ്റ്റ് ഡേ പോര് നമുക്ക് കാണാം, സംസാരിക്കാം എന്നൊക്കെ പറയണം. അപ്പോൾ അങ്ങനെ ഈ കുട്ടിയാണെങ്കിൽ അപ്പോൾ അന്ന് അച്ഛനെ കണ്ട അന്നായാലും വൈകിട്ടായാലും ഇതേപോലെ വീട്ടിൽ ഒച്ചപ്പാടൊക്കെ തന്നെയാണ്. ഫാദർ പ്രശ്നം ഉണ്ടാക്കുന്നു. തൊട്ടടുത്ത ദിവസം ഫാദറിനെയും മദറിനെയും കൂട്ടാതെ കുട്ടി ഒറ്റയ്ക്ക് ഈ പള്ളിയിൽ പോയി ഫാദറിനെ കണ്ടാലോ എന്നൊക്കെ പ്ലാൻ ചെയ്യണം. അങ്ങനെ ഈ കുട്ടി തൊട്ടടുത്ത ദിവസം ഏകദേശം 200 മീറ്ററല്ലേ ദൂരമുള്ളൂ. കുട്ടി ഒറ്റയ്ക്ക് പോവുകയാണ്. അവിടെ ചെന്ന് ഈ ഫാദറിനെ കാണും. ഫാദർ അന്ന് അവിടെ ഉണ്ടായി. ഫാദറിന് കുട്ടിയെ കണ്ടപ്പോൾ തന്നെ ഭയങ്കര സന്തോഷമായി. ഫാദർ അടുത്ത് സംസാരിക്കുന്നു. അങ്ങനെ ഫാദർ പറയുന്നു, നമുക്ക് പുറത്തിരുന്ന് സംസാരിക്കാം എന്ന് പറയണം. അങ്ങനെ കുട്ടീനെയും കൂട്ടി പുറത്തിറങ്ങിയിട്ട് സംസാരിക്കാം. അപ്പോൾ കുട്ടി പറയുകയാണെങ്കിൽ ഇങ്ങനെ പ്രശ്നങ്ങൾ പറയുകയാണെങ്കിൽ ഇങ്ങനെ വീട്ടിൽ പ്രശ്നങ്ങളുണ്ട്, ഫാദർ ഇങ്ങനെയൊന്നും അറിഞ്ഞില്ല, ഭയങ്കര സ്നേഹമുള്ളതാണ്, പെട്ടെന്നാണ് ഇങ്ങനെ മാറ്റങ്ങളൊക്കെ വന്നാൽ ഈ വീട്ടിലേക്ക് വന്നതിന് ശേഷമാണ് ഇങ്ങനെ സംഭവങ്ങൾ തുടങ്ങിയേക്കണേ എന്ന് പറയണം. നമ്മളിപ്പോൾ ഏകദേശം ഒരാഴ്ച കഴിഞ്ഞു. അപ്പോൾ ഈ ഫാദർ പയ്യൊന്ന് ചിരിച്ചിട്ട് പറഞ്ഞു, ഇതിന് ഒരു പോം വഴിയുണ്ട്, ഇതെന്തുകൊണ്ടാണ് സംഭവിക്കണമെന്ന് എനിക്കറിയാം, അതിനൊരു പോം വഴിയുണ്ട്, മോള് ഞാൻ പറഞ്ഞ പോലെയൊക്കെ ചെയ്യാമോ എന്ന് ചോദിക്കും. അപ്പോൾ കുട്ടി പറയും, ചെയ്യാം, അതിനെന്താ, ഒരു കുഴപ്പമില്ല എന്ന് പറയും. അങ്ങനെ ഈ കുട്ടിയെടുത്ത് കുറച്ച് കാര്യങ്ങൾ ഈ ഫാദർ പറഞ്ഞു കൊടുക്കും. അത് അങ്ങനെ തന്നെ ചെയ്യണം കേട്ടോ എന്ന് പറയും. അപ്പോൾ കുട്ടി പിന്നെ ഒരു കാര്യം കൂടി എടുത്ത് പറയും, ഇത് അച്ഛനോ അമ്മയോ ആരോടും ഒന്നും പറയാൻ നിൽക്കണ്ട, മോറ്റക്ക് ആരും അറിയാതെ തന്നെ ചെയ്യണം എന്ന് പറയും. അപ്പോൾ കുട്ടി ഓക്കെ എന്ന് പറഞ്ഞ് വീട്ടിലേക്ക് പോകും. തൊട്ടടുത്ത ദിവസം കുട്ടി ഈ ഫാദർ പറഞ്ഞ പോലെ തന്നെ ചെയ്യുന്നു. അച്ഛൻ യൂസ് ചെയ്യുന്ന ഒരു ചെരുപ്പോ ഷൂസോ എന്ന് പറഞ്ഞ് അങ്ങനെ ഒരു ഷൂസ് കുട്ടി ആരും അറിയാതെ, എന്നാൽ അച്ഛൻ 2-3 ജോഡി ഷൂസുകളിനകത്ത് ഒരു ഷൂസ് അച്ഛൻ യൂസ് ചെയ്യുന്ന ഒരു ഷൂസ് എടുത്തിട്ട് ഒരു കവറിലാക്കുന്നു. അതേപോലെ തന്നെ അച്ഛൻ യൂസ് ചെയ്യുന്ന ഒരു ഷർട്ട് എടുത്തുകൊണ്ടുവരാൻ പറയുന്നുണ്ട്. ആ ഷർട്ടും ഈ കുട്ടി എടുക്കുന്നു. അലമാരയിൽ നിന്നെടുത്ത് ഈ കിറ്റിലാക്കിയിട്ട് നേരെ പള്ളിയിൽ കൊണ്ടുപോയിട്ട് ഫാദറിന് കൊടുക്കുന്നു. ഫാദറിനെ കിട്ടിയപ്പോൾ തന്നെ ഭയങ്കര സന്തോഷമായി. ഫാദർ നേരെ പറഞ്ഞു, നമുക്ക് തൊട്ടടുത്ത ഈ പള്ളിയുടെ ജസ്റ്റ് സൈഡിലായിട്ടൊരു ചെറിയൊരു ചായപ്പ് പോലത്തെ സ്ഥലമുണ്ട്, നമുക്ക് അവിടെ പോയിരിക്കാമെന്ന് പറയുന്നു. എന്നെ കുട്ടീനെയും കൊണ്ട് ഈ ചായപ്പിൽ പോയിരിക്കുന്നു. അവിടെ ഈ
ഫാദർ നേരെ താഴെ തറയിലേക്കടി ഇരിക്കുകയാണ്. ഇരുന്നിട്ട് കുറേ മന്ത്രങ്ങളും കാര്യങ്ങളൊക്കെ പറയാൻ തുടങ്ങി. അപ്പോൾ ഇത് കുട്ടിക്ക് മനസ്സിലാവണം, പുള്ളി ആ ഒരു ഏജല്ലേ ഉള്ളൂ. അപ്പോൾ ഇത് പറഞ്ഞു കേട്ടപ്പോൾ കുട്ടിക്ക് മനസ്സിലായി ഇത് പള്ളിയിൽ ഉപയോഗിക്കണ വാക്കുകളൊന്നും അല്ല ഈ ഫാദറോട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്, വേറെ എന്തൊക്കെയോ സംഭവമാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഫാദറിൻ്റെ സൈഡിൽ ഒരു ചെറിയൊരു ബൗളുണ്ട്. ആ ബൗളിനകത്ത് ഒരു റെഡ് കളർ ലിക്വിഡ് ഉണ്ട്. അപ്പോൾ ലിക്വിഡിന് കുറച്ച് കട്ടിയുണ്ട്. അപ്പോൾ ഇതിൻ്റെ സ്മെല്ലും കാര്യങ്ങൾ അടിച്ചപ്പോൾ കുട്ടിക്ക് മനസ്സിലായി ഇത് എന്തോ ബ്ലഡ് പോലെയാണ് തോന്നണത്. കുട്ടിക്ക് ഡൗട്ടുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ ബ്ലഡിൻ്റെ ഉള്ളിൽ നിന്ന് അല്ലെങ്കിൽ ഈ ബോളിൻ്റെ ഉള്ളിൽ നിന്ന് 2 മനുഷ്യരൂപങ്ങളെ ഫാദർ എടുത്ത് നോക്കിക്കഴിഞ്ഞപ്പോൾ ആണും പെണ്ണും എന്ന് തോന്നിക്കുന്ന രീതിയിലുള്ള 2 രൂപങ്ങൾ. പെട്ടെന്ന് പെണ്ണിൻ്റെ രൂപം താഴത്തേക്ക് വെച്ചിട്ട് ആണിൻ്റെ രൂപം ആ വെള്ളത്തിലേക്ക് തന്നെ മുക്കിയിട്ടു. എന്നിട്ട് ഈ ഫാദർ യൂസ് ചെയ്യണ ഈ ചെരുപ്പും അതേപോലെ ഷർട്ടും ഒരുമിച്ച് ആ വെള്ളത്തിനകത്തേക്ക് മുക്കി കുറച്ച് നേരം കയ്യിൽ ഞെക്കി പിടിച്ചിരുന്നിട്ട് ആൾ കുറേ മന്ത്രങ്ങളൊക്കെ അവിടെ പറയാൻ തുടങ്ങി. അതിനുശേഷം കുട്ടിയെടുത്ത് പറഞ്ഞു, ഇനി നിനക്ക് പോകാം, ഫാദറിൽ വ്യത്യാസങ്ങളും കാര്യങ്ങളൊക്കെ നീ കണ്ടോളൂ എന്ന് പറയുന്നു. ഇത്രയാണ് കുട്ടിക്ക് ഓർമ്മയുള്ളൂ. പെട്ടെന്ന് കുട്ടി അലറിപ്പൊളിച്ച് കരഞ്ഞിട്ട് ചാടി എണീക്കുമ്പോൾ വീട്ടിൻ്റെ റൂമിൽ തന്നെ കുട്ടിയുണ്ട്. എന്ന് പറഞ്ഞാൽ കുട്ടി കിടന്നുറങ്ങിയത് അതേ റൂമിൽ തന്നെ കുട്ടി ചാടി എണീറ്റിട്ടുണ്ട്. വേഗം ചാടി എൻ്റെ കുട്ടി താഴേക്ക് വന്നു. എന്നാൽ 2 നില വീടായിരുന്നു കുട്ടിയുടെ. അവിടെ നിന്ന് താഴേക്ക് വന്നപ്പോൾ താഴെ പോലീസുകാരൊക്കെ നിൽക്കുകയാണ്. അപ്പോൾ അമ്മയുണ്ട്, പോലീസുകാരെല്ലാവരും ഉണ്ട്. വേദന കുട്ടി ഓടി വന്നിട്ട് അമ്മ എന്താ പറ്റിയെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അമ്മയോടെ കെട്ടിപ്പിടിച്ച് നിൽക്കുകയാണ്. അപ്പോഴേക്കും അമ്മ പെട്ടെന്ന് കുട്ടീനെ മുറുക്കി പിടിച്ചിട്ട് പപ്പ എന്തെങ്കിലും ചോദിക്കുമ്പോൾ അമ്മ പറയും, പപ്പേനെ കഴിഞ്ഞ 24 hours കാണുന്നില്ല, മോളാണെങ്കിൽ കഴിഞ്ഞ ഒരു ദിവസമായിട്ട് ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്, മോളിപ്പോഴാണ് ചാടി എനിട്ടത്, കഴിഞ്ഞ ഒരു 24 മണിക്കൂറായിട്ട് പപ്പേനെ കാണുന്നില്ല എന്ന് പറയും. അപ്പോഴേക്കും ഈ പോലീസുകാരൻ കുട്ടിയുടെ ചോദിക്കും, മോളെ എവിടെ പോയേക്കായിരുന്നു. കാരണം പോലീസുകാരൻ കാര്യം പറയും, മോളെ കിട്ടിയത് റോഡ് സൈഡിൽ അവശ നിലയിൽ ഒരു സൈഡിൽ കിടക്കണ പോലെയാണ് ഞങ്ങൾക്ക് കിട്ടിയത്, അതേപോലെ തന്നെ മോളിവിടെ വീട്ടിൽ ആക്കുകയാണ് ചെയ്തതെന്ന് പറയും. അപ്പോഴത്തേക്കും കുട്ടി പേടിച്ചിട്ട് എല്ലാം പറയും. പള്ളിയുടെ കാര്യം പറയും, ഈ ഫാദറിൻ്റെ കാര്യം പറയും, ഫാദർ ചെയ്ത് കൂട്ടിയ കാര്യങ്ങളെല്ലാം വിശദമായിട്ട് തന്നെ പറഞ്ഞു കൊടുക്കും. അപ്പോഴത്തേക്കും പോലീസുകാരൻ പറയും, മോള് തിരിച്ച് മുകളിലേക്ക് തന്നെ പോയി റെസ്റ്റ് എടുത്തോ എന്ന് പറയും. എന്നിട്ട് പോലീസുകാരൻ നേരെ അമ്മയെടുത്ത് പറയാണ്, അവിടെ അങ്ങനൊരു പള്ളിയുണ്ട്, പക്ഷേ ആ പള്ളിയിലേക്ക് ആരും പോകാറില്ല. കാരണം അവിടെ ഉണ്ടായിരുന്ന ഫാദർ ഒരു 1.5 വർഷം മുമ്പ് മരണപ്പെട്ടിട്ടുണ്ട്. ആൾ സ്വന്തമായിട്ട് തൂങ്ങി മരിച്ചാണ്. കാരണം പുള്ളിക്ക് ബ്ലാക്ക് മാജിക്ക് നല്ല ശീലമുണ്ടായി. പുള്ളിക്ക് ഇമ്മോർട്ടലാകാൻ വേണ്ടി, അമരനായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് പുള്ളി സ്വന്തമായിട്ട് ആത്മഹത്യ ചെയ്തു എന്ന് പറഞ്ഞു. അപ്പോൾ അത് കേട്ടപ്പോൾ അമ്മ ഇങ്ങനെ കണ്ണൊഴിക്കണം, അമരനാകാൻ വേണ്ടി എന്താണ് ആത്മഹത്യ ചെയ്യണമെന്നുള്ള രീതിയിൽ കണ്ണൊഴിക്കണം. ഈ നോട്ടം കണ്ടപ്പോൾ പോലീസുകാരന് മനസ്സിലായി അമ്മക്ക് കാര്യം മനസ്സിലായിട്ടില്ല. സംഭവം ഇതായിരുന്നു, പുള്ളി ആത്മഹത്യ ചെയ്തിട്ട് ആ ഒരു സ്പിരിറ്റ്, ആ ഒരു സോള് നേരെ വേറൊരു മനുഷ്യൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ട് അയാളിൽ കൂടി പുള്ളിക്ക് ജീവിക്കാം എന്നാണ് പുള്ളി മനസ്സിലാക്കിയത്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുള്ളിക്ക് എപ്പോൾ വേണമെങ്കിലും ആ ശരീരം വിട്ട് അടുത്ത ശരീരത്തിലേക്ക് കയറാനുള്ള ആ ഒരു പ്രാക്ടീസ്, അതാണ് പുള്ളി ആ ഒരു ബ്ലാക്ക് മാജിക് കൊണ്ട് ചെയ്തുകൊണ്ടിരുന്നത്. ഇവിടെയും പ്രയോഗിച്ചതാണ്. ഇവരെന്നാ വീട്ടിലേക്ക് വന്നു കയറിയോ അന്ന് മുതൽ ആ ഫാദർ അയാളെ ബ്ലാക്ക് മാജിക്കും കൊണ്ട് വശീകരിക്കാൻ നോക്കി. പക്ഷേ പുള്ളി സ്ട്രോങ് സോൾ ആയതുകൊണ്ട് പറ്റിയില്ല. അപ്പോൾ പുള്ളി ഉപയോഗിക്കാൻ എന്തെങ്കിലും വസ്ത്രങ്ങൾ അല്ലെങ്കിൽ യൂസ് ചെയ്യുന്ന എന്തൊരു ഒബ്ജക്റ്റ് വെച്ചിട്ട് വേണം പുള്ളിന് ചെയ്യാനായിട്ട്. അതിന് വേണ്ടിയിട്ടാണ് ഈ കുട്ടീനെ കൈവാക്കിയിട്ട് ഈ ഒരു ഷൂസും ഈ ഒരു ഷർട്ടും എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞത്. ഈ വസ്തുക്കൾ ഉപയോഗിച്ച് ബ്ലാക്ക് മാജിക് ചെയ്ത് ആ കുട്ടിയുടെ ഫാദറിനെ അയാൾ വശത്താക്കി. ഇന്നേ വരെ ആ ഫാദറിനെ കണ്ടെത്തിയിട്ടില്ല. ഫാദർ എവിടെ പോയെന്നും അറിയില്ല. ഇതൊക്കെ അറിഞ്ഞ് തൊട്ടടുത്ത ദിവസം അമ്മക്ക് ഓൾറെഡി പ്രഷറും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അമ്മ ഇതുകൂടി കേട്ട് കഴിഞ്ഞപ്പോൾ അറ്റാക്ക് വന്ന് ആ അമ്മ അവിടെ മരിച്ചു വീണു. ആ കുട്ടി അവിടെ ഒറ്റക്കായി. ആ കുട്ടീനെ പിന്നെ ഒരു ഓർഫനേജിലേക്ക് മാറ്റി. കുട്ടിയുടെ വലുതായി. തിരിച്ച് ഇപ്പോൾ നിലവിൽ ആ കുട്ടി ഒരു നേഴ്സാണ്. ആ വീട്ടിൽ തന്നെയാണ് താമസം. ആ വീട്ടിൽ തന്നെ പുള്ളി എല്ലാ സിറ്റുവേഷൻസും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അവിടെ തന്നെയുണ്ട്. ഇന്നും ആ വീട്ടിൽ ചെറിയ രീതിയിലുള്ള അനക്കങ്ങളും കാൽ നടത്ത സൗണ്ടും കാര്യങ്ങളൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. പക്ഷേ കുട്ടി വളരെയധികം സ്ട്രോങ് ആണ്. പുള്ളി തൊട്ടടുത്ത വേറൊരു പള്ളിയിലേക്ക് സ്ഥിരമായി പോയി പ്രാർത്ഥിച്ചിട്ട് ജീവിതം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഇതാണ് ഹോണ്ടഡ് ചർച്ചിൻ്റെ ഈ ഒരു സ്റ്റോറി. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കാൻ മറക്കണ്ട. ഇങ്ങനത്തെ ഒരുപാട് സ്റ്റോറീസ് വരുന്നുണ്ട്, ഫോളോ ചെയ്യാൻ മറക്കണ്ട. അടുത്ത വീഡിയോയിൽ കാണാം.